മുതിർന്നവർക്കൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കാലം. കുട്ടികൾക്ക് ഇതൊരു അവധിക്കാലം തന്നെയാണ്. വയനാട്ടിലെ അനാഥാലയങ്ങളിൽ കഴിയേണ്ടി വരുന്ന കുട്ടികൾ ഈ അവധിക്കാലം ചിലവഴിക്കുന്നത് നന്മ നിറഞ്ഞ ഒരു കൂട്ടം കുടുംബങ്ങൾക്കൊപ്പമാണ്. ശിശുക്ഷേമ സമിതിയാണ് അനാഥ ബാല്യങ്ങൾക്ക് ഒരു അവധി വീട് എന്ന പദ്ധതിയിലൂടെ 17 കുട്ടികളെ വിവിധ കുടുംബങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത്. അനാഥാലയത്തിൽ ഒപ്പം വളരുന്ന സ്വന്തം ഏട്ടനെ വിട്ടുപിരിയുന്നതോർത്ത് കുട്ടികളെ കൈമാറുന്ന വേളയിൽ ഈ 5 വയസ്സുകാരൻ ഒരേ കരച്ചിലായിരുന്നു. മക്കളായ അലീനയ്ക്കും റിച്ചാർഡിനും എയിൻസിനുമൊപ്പം ഏട്ടനെ കൂടി കൊണ്ടുപോകാമെന്ന ഈ അമ്മയുടെ വാക്കോടെ കരച്ചിൽ മാറി ചിരിയായി. അങ്ങനെ ഈ അവധിക്കാലത്ത് ഓടിപ്പാഞ്ഞു കളിക്കാൻ കുട്ടികൾ 5 ഷെർലിയുടെ വീട്ടിൽ. ഒരുപാട് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പം അത് ഞങ്ങള് പരമാവധി പ്രയോജനപ്പെടുത്തി. 5 കുട്ടികളായി. സന്തോഷം, വളരെയധികം സന്തോഷം. അനാഥത്വം മറന്ന് പുതിയ കൂട്ടുകാർക്കൊപ്പം കുഞ്ഞു വികൃതികളുമായി പെട്ടെന്നിണങ്ങിയ കുട്ടികളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതായിരുന്നു. കുട്ടികളെ കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയെത്തിയവരിൽ മക്കളുള്ളവരും ഇല്ലാത്തവരും എല്ലാം എത്തി. ജാതിമത വ്യത്യാസങ്ങളെല്ലാം മാറി നിന്നു. സ്നേഹതീരം പദ്ധതിയിലൂടെ നന്മയുടെ പുതിയ പാഠങ്ങൾ ഈ കുടുംബങ്ങൾ ഇനി ഈ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കും. കുട്ടികളെല്ലാം അതത് രക്ഷിതാക്കൾക്കൊപ്പം പോകാനിറങ്ങുമ്പോൾ ചിലർക്ക് പേരറിയാത്ത കണ്ണുനീർ, മിക്കവർക്കും അതിരുകളില്ലാത്ത ആഹ്ലാദം. ചിലർക്കാകട്ടെ അപേക്ഷ നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും സ്കൂൾ പൂട്ടിയ അവധിക്കാലത്തേക്കെങ്കിലും ഒറ്റക്കായ വീട്ടിലേക്ക് മക്കളെ കിട്ടാതിരുന്നതിന്റെ സങ്കടം, ശൂന്യത. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ അജീഷ് വഞ്ഞാറുമുടിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.